ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ചേട്ടൻ കാലത്തൊട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം വടക്കാഞ്ചേരി കുറേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിന് പോയി. പിന്നെ വന്നിട്ട് വേഗം വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ വണ്ടി മേടിക്കാൻ വേണ്ടി പോയി. അതിന് അവർ ഉച്ചതിരിഞ്ഞ് കാലത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഉച്ചതിരിഞ്ഞ് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചതിരിഞ്ഞ് തരുമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അത് തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്താക്കി, അവിടെ ഇരുന്നിട്ട് അത് ശരിയാക്കിയിട്ട് ഒരു 2:30-2:45 ആയിട്ട് വരുമ്പോൾ വന്ന് ഫുഡ് കഴിച്ചു. അപ്പോഴേക്കും ദിയേനെ കൊണ്ടുവരാനുള്ള സമയമായി. ദിയേനെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അപ്പോഴേക്കും ഇവിടുത്തെ നമ്മുടെ മസാലകൾ, പിന്നെ പാനിപൂരിയുടെ വെള്ളം, ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി. ഇപ്പോൾ ചേട്ടൻ എന്താ പോയി, ദിയ മോളെ കൊണ്ടുവന്നാക്കിയിട്ട് ചേട്ടൻ ബായി പറഞ്ഞിട്ട് പോയി. അപ്പം ഇന്ന് ചേട്ടൻ ഇല്ലാത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ദിയ മോള് സ്കൂൾ വിട്ട് വന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ ഡിറ്റേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് 1 മാർക്ക് പോയി. പക്ഷെ എനിക്ക് ചോറുണ്ണുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോറുണ്ണുന്ന നേരത്തെ തന്നെ കറക്റ്റ് തലവേദന വന്നു. ദിയയ്ക്ക് ഇന്നൊരു ചെറിയൊരു ചുമയുടെ ഒരു ഇതുണ്ടായിരുന്നു, ചെറിയ ചുമ. അപ്പം ഞാനിവിടെ നമ്മുടെ വീട്ടിൽ പനിക്കൂർക്കട ഇലയുണ്ട്, അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു ഇങ്ങനെ എന്തായി എന്നറിയാണ്ടൊരു ഇതുണ്ടായിരുന്നു. കാരണം ചുമച്ചോ ഇല്ലയെന്ന്, വലിയ ചുമയില്ല, ചെറിയ രീതിക്കൊരു ചുമ. അതായത് ചുമ പറയുമ്പോൾ ചോദിക്കുന്ന ഒരാള്, ചെറിയ ആള് അവിടെ കിടന്ന് കളിക്കട്ടെ. അതുകൊണ്ട് ആള് കരയുമ്പോഴേക്കും വേഗം ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ചേട്ടൻ്റെ പോലെ കൂടുതലായിട്ട് ഇങ്ങനെ എനിക്ക് പറയാനൊന്നും അറിയില്ല കാര്യങ്ങൾ. ചേട്ടൻ അതായത് അതിൽ വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളുടെ രീതിയിലൊരു വീഡിയോ എടുത്തിടാന്ന് വെച്ചിട്ടാണ്. ഇന്ന് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് വെച്ചു. എന്റെ സൗണ്ട് പറയുമ്പോൾ തോന്നുന്നു കാലത്ത് കഴിഞ്ഞപ്പോൾ ആളുടെ സൗണ്ട് ഒന്ന് ഒരു മാറ്റം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോ എൻ്റെ സ്കൂളിൽ ഞാൻ കുറച്ച് ദിവസം ഞാൻ സ്കൂളിൽ പോയിണ്ടായിരുന്നില്ല. അപ്പൊ സ്കൂളിൽ വെച്ചിട്ട് കോട്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ വണ്ടി കിട്ടിയിട്ടാ, 2 വീലർ കിട്ടിയിട്ടാ. അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ദിയേനെ സ്കൂളിൽ കൊണ്ടാക്കണതും ഇന്ന് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടാക്കിയത്. ഇപ്പോൾ ചേട്ടൻ ഇന്നലെ കച്ചവടത്തിന് പോയത് ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ പോയി വരവിനൊക്കെ പൈസ കുറച്ച് ഇതല്ലേ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമായി. അതായത് ഞങ്ങളുടെ വണ്ടി കിട്ടിയപ്പോൾ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയൊരു ആശ്വാസമായി. വണ്ടി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അതെ, ഞങ്ങൾക്ക് അങ്ങോട്ടും പോവാനും പറ്റില്ല. പിന്നെ മഴയും അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ കൊണ്ടുപോകണ്ടേ, സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുപോകണം. പിന്നെ ഗ്യാസും കുറ്റിയൊക്കെ കൊണ്ടുപോകണം. അതുകൊണ്ട് ചേട്ടനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. എനിക്ക് ഓട്ടോറിക്ഷയിൽ അച്ഛൻ വരുമ്പോഴേക്ക് വിഷമാവും. എന്താന്ന് വെച്ചാൽ അച്ഛൻ വണ്ടി കൊണ്ടുവരുമ്പോൾ ഇവിടെയാണ് നിർത്തുക. ഇവിടെ നിർത്തുമ്പോൾ എനിക്ക് നിർത്തിയിട്ടില്ല, വണ്ടി കൊണ്ടുവന്നിട്ടില്ല. അതല്ലേ, എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ വിഷമായിരുന്നു ഇവിടെ 2 ദിവസം വണ്ടി ഇല്ലാണ്ടായപ്പോൾ. അപ്പോൾ കിട്ടിയപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ ചേട്ടൻ ഇല്ലാത്തൊരു വീഡിയോ കേട്ടത്. അപ്പോൾ പിന്നെ നമുക്ക് നാളെ കാണാം. ബൈ.